ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് ഞാൻ ഏത് തരം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയും വളരെ സ്പൈസിയുമായിട്ടുള്ള കറാച്ചി ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിലേക്കുള്ള മസാലപ്പൊടികളാണ് ആദ്യമായിട്ട് വറുത്തെടുക്കേണ്ടത്. ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം, ഇത് എൻ്റെ കയ്യിൽ പൊടിയാണുള്ളത്. പിന്നെ പെരിഞ്ജീരകം 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇതിൽ സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം വരുന്നുണ്ട്, എന്താ വെച്ചാൽ ചുക്ക് പൊടി, അത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 7 വറ്റൽമുളക്, ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഈ പൊടികളെല്ലാം വറുത്ത് കൊടുക്കാനുള്ള പാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൊടികളെല്ലാം കുറേശ്ശെയായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് ഇത് വറുത്തതിന് ശേഷം ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം വറുത്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം വളരെ സ്ലോ ആക്കിയിട്ട് വേണം വറുത്തെടുക്കാൻ. ഈ പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസം വരും. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. ഏകദേശം നമ്മുടെ മസാലപ്പൊടികളെല്ലാം വറവായി വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊന്ന് ബ്രൗൺ കളർ ആവാതെ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം നന്നായി വറവായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി വറ്റൽമുളകാണ് നമുക്കിതിലേക്ക് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഈ മസാലപ്പൊടികളെല്ലാം വറുത്തതുപോലെ തന്നെ ഈ വറ്റൽമുളകും വറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 7 വറ്റൽമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായി വറുത്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം കൂടാതെ നോക്കണം. ഞാൻ ഇതിൽ സ്ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നന്നായി നമ്മൾ ഈ മുളകും വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നമ്മളെ മസാലപ്പൊടിയും ഇതും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് മസാല വഴറ്റിയെടുക്കാനുള്ള പാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രത്തോളം ഓയിൽ എന്തിനെപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നതെന്ന്. ഇതിലേക്ക് പിന്നീട് ഒരു നെയ്യോ ഓയിലോ ഒന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. ഈ ഒഴിക്കുന്ന ഈ 1/4 കപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കറുവപ്പട്ടയും കറാമ്പൂവും പിന്നെ ഏലക്കയും ഇതെല്ലാം 5 എണ്ണം വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 കറുകയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അരിഞ്ഞു വെച്ച 2 സവാളയാണിത്. ഇത് നന്നായി കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചതാണ്. ഇത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇതിൽ മെയിനായിട്ട് സവാള ആണ് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് സവാള വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് കരിഞ്ഞു പോവാതെ നോക്കുക. കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലായിരിക്കണം സവാള വഴറ്റിയെടുക്കേണ്ടത്. ഇനി വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് 1/2 കിലോ ചിക്കനാണിത്.
ഇത് നല്ല ഫ്രഷാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിച്ചു വെച്ച മസാലക്കൂട്ടാണിത്. അപ്പോൾ ഇത് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 കപ്പ് തൈരാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണിത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. രണ്ട് തക്കാളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കാം. ഇളക്കൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇളക്കൽ ഇതിലൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം മീഡിയം സൈസ് 3 ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. 1/2 കിലോ ബസുമതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ കഴുകിയിട്ടുണ്ട്. 15 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. ഇവിടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കുറുകിയിട്ടായിരിക്കണം നമ്മുടെ മസാല വേണ്ടത്. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഡ്രെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ അടിക്കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പ്രഷർ കുക്കറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ ബസുമതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 ഗ്ലാസ് വെള്ളമാണ് പൊതുവെ നമ്മൾ വെള്ളം എടുക്കാറ്. പക്ഷേ ഇതിൽ 10 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ബാക്കി വെള്ളം ഒഴിവാക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് 5 ഗ്രാമ്പും 5 പട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ പ്രഷർ കുക്കറിൻ്റെ മൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല. കാരണം ഇതിൽ വിസിൽ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ സാധാരണ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഞാൻ മൂടുന്നത്. പിന്നെ 5 മിനിറ്റ് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം വേവാൻ. അതിൽ കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. റൈസ് 1/4 വേവായിട്ടുണ്ട്. ഇത് ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മുടെ ഈ മസാലയാണ് ഫസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചേർക്കുന്ന സമയത്ത് ഇതിൽ എണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മസാലേൻ്റെ അകത്ത് തന്നെ അതിനുള്ള മെഴുക്കുണ്ട്. അടുത്ത ലെയർ റൈസാണ് ഇടുന്നത്. അപ്പോൾ ഈ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മസാല ഫുള്ളായിട്ട് കവർ ചെയ്യണം. അപ്പോൾ ഏകദേശം കവറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീതെ ഞാൻ വീണ്ടും മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസാല ശ്രദ്ധിച്ച് കാണാം. നല്ല ലൂസും അല്ല നല്ല ടൈറ്റും അല്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ മസാല റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അതിൻ്റെ മീതെ വീണ്ടും ഞാൻ റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത് കവറായിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് പച്ചമുളകോ മല്ലിയിലയോ പുതിനയിലയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മല്ലിയിലയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ മൂടിയിട്ടതിന് ശേഷം വിസിൽ ഊരിയെടുക്കാം. എന്നിട്ട് 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം 15 മിനിറ്റിൻ്റെ വേവ് മാത്രമേ ഉള്ളൂ ഇതിന്. പിന്നെ വളരെ സ്ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറാച്ചി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, സ്പൈസിയും ആണ്. അപ്പോൾ ഒരിക്കലും ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ കൂടുതൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.